വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചാരിറ്റി എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്താന്ന് വെച്ചാല് സിംഗിൾസിനും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, ആ ഒരു വ്യക്തിയുടെ സ്പെസിഫിക് ക്യാരക്ടർ എങ്ങനെയായിരിക്കും, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണോ അതോ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമോ, നിങ്ങൾ എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടാൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡിസേർവ്ഡ് ആണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പാർട്ട്ണറിന് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിറഞ്ഞിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാല് 2 പൈൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. ഈ 2 ബ്രേസ്ലെറ്റിൽ ഏതാണ് നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയി തോന്നുന്നത്, അല്ലെങ്കിൽ ഏതിനോടാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ചാർട്ട് ഇവാലുവേഷൻ അല്ലെങ്കിൽ മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കരിയർ വൈസ് കാര്യങ്ങളോ വേണമെങ്കിൽ ഫർദർ മോർ പേഴ്സണലൈസ്ഡ് റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫർദർ മോർ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ റീഡിങ്ങിലോട്ട് പോകാം. ആരായിരിക്കും നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ സുലൈമാനി ഹക്കിന്റെ ബ്രേസ്ലെറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആരായിരിക്കും നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അവരുടെ സ്വഭാവം, അവർക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. പൈൽ നമ്പർ 1. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. File number 1, angels please. Okay. The wheel. അതായത് ഈ പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ബന്ധമുണ്ട്. ചിലപ്പോൾ ഈ ഒരു ലൈഫിലും നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായി നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നതാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പോ, ഇല്ലെങ്കിൽ ഈവൻ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കാണാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ആദ്യം ഫ്രണ്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് ആ വ്യക്തിയുമായി ഇൻട്രസ്റ്റ് ഉണ്ടായതിനു ശേഷമായിരിക്കും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുകയും ആ വ്യക്തിയുമായി സംസാരിക്കുകയും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും എന്നതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു സൈക്കിൾ അവരുമായി ഷെയർ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആ ഒരു നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് കുറച്ച് പീരീഡ് മുമ്പ് വരെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രേമിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കാം എന്നാണ് കാണുന്നത്. അല്ലാതെ അറിയാത്തൊരു വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതല്ല. അവരും നിങ്ങളും തമ്മിൽ ജന്മജന്മാന്തരങ്ങളിൽ ബന്ധമുണ്ടാകാം. ആൻഡ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിന് വളരെയധികം ആശ്വാസം പകരുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ റിലേഷൻ എന്നത് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സോൾമേറ്റ് അഥവാ ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ വരുന്ന ആൾക്കാരായിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഹോം ഫീലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചായിരിക്കാം. അച്ഛൻ, അമ്മ, കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇങ്ങനെ ആയിരിക്കണം, നമുക്ക് ഇന്ന സ്ഥലത്ത് സെറ്റിൽ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ള ചിന്തകളായിരിക്കും നിങ്ങൾക്ക് വളരെ കൂടുതൽ. അതുപോലെ തന്നെ ഫാമിലി നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 കുട്ടികൾ വേണമെന്നായിരിക്കാം. ചിലപ്പോൾ മോറോവർ പെൺകുട്ടിയോടോ അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുക. എന്താണെങ്കിലും നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ദാമ്പത്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു സാക്രിഫൈസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാക്കും നിങ്ങൾ ഒന്നിക്കുമ്പോൾ എന്ന് കാണുന്നുണ്ട്. സോ എന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് ഗോണ ബി എ ലവ് മാരേജ്. അതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈവൻ ഇഫ് അതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ പേഴ്സണുമായി തീർച്ചയായിട്ടും സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രണയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ശരിയായിരിക്കാം. ഈ പേഴ്സണോ നിങ്ങൾക്കോ ഒരു കാർമിക് റിലേഷൻഷിപ്പിന് ശേഷമായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് കണ്ടുമുട്ടുന്നത്. ഒരു കാർമിക്, അതായത് നിങ്ങൾ കരഞ്ഞ് ഉപേക്ഷിച്ച ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ആ ഒരു കാർമിസിറ്റി കഴിയുന്നതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം എൻഡ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ കർമാസ് എൻഡ് ചെയ്തതിനു ശേഷമായിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. സോ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അടുത്ത റിലേഷൻഷിപ്പ് നിങ്ങളുടെ കറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നതാണ്. കാരണം നിങ്ങൾക്ക്
ഒരു കാർമിസിറ്റി അങ്ങനെ ഒരു കടം ഉണ്ടായിരുന്നു. സോ ചിലപ്പോൾ അവർക്കും അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പൊ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ചേരാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ്, കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അതായത് പേഷ്യൻസോടുകൂടി നിങ്ങൾ നിൽക്കുകയാണെങ്കിലേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് യൂണിവേഴ്സിനെ വിശ്വസിക്കുക. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു ഫ്രണ്ട് പോലെ ഒരു എനർജിയിൽ ഈ പേഴ്സൺ വന്നിട്ട് ഫ്രണ്ടിനേക്കാൾ ഉപരി ആ പേഴ്സൺ നിങ്ങളെ അവർ ഡിയറസ്റ്റ് ആയി മാറും എന്നതാണ് കാണുന്നത്. ചിലപ്പോൾ തുടക്കത്തിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മറ്റു വ്യക്തികളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ മതിയോ എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആദ്യം നിങ്ങളുമായി കമ്മിറ്റ്മെന്റിൽ വരാൻ ഈ പേഴ്സൺ ചിലപ്പോൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് കാണിച്ചേക്കാം. പക്ഷെ അതിനുശേഷം പതിയെ പതിയെ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും, ഒരു ബോണ്ടിങ് ഉണ്ടാകും. ആൻഡ് ആ ഒരു ബോണ്ടിങ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കൈൻഡ് ഓഫ് ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കും എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് കാണിക്കുന്നത്. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്. യെസ്, ഈ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. മെറ്റീരിയലിസ്റ്റിക് ലൈഫിലെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിരിക്കും ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യം. അതുപോലെ തന്നെ ചിലപ്പോൾ പ്ലാൻസിനോട് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കും. കണ്ട ഈ പേഴ്സൺ സോളാർ പ്ലെക്സസ് ചക്രയാണ് പിടിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. സോ ഫാമിലി ലൈഫ് സമാധാനവും സുന്ദരവുമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. അതിനുവേണ്ടി ഫിനാൻഷ്യലി നല്ല രീതിയിൽ സ്റ്റേബിൾ ആകാൻ താല്പര്യപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ആളായിരിക്കും. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഹി ഓർ ഷീ. ഓക്കെ, angels please guide us. യെസ്, എല്ലാത്തിനെയും ഒരു പോസിറ്റീവ് വേയിൽ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് പൈങ്കിളി ടൈപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ അട്രാക്റ്റീവ് ആണ് അവരെ കാണാൻ. ഹി ഓർ ഷീ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അവരെ കാണാൻ. കുറച്ച് ഒരു വൈറ്റ് സ്കിൻ പോലെയുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും. ഈവൻ ഫീമെയിൽസ് ആണെങ്കിൽ കുറച്ച് ഡസ്കി സ്കിൻ ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ആൻഡ് മോർ ഓവർ ഒരു സ്ട്രെയിറ്റ് അല്ലെങ്കിൽ പകുതി കേൾഡ് ആയിട്ടുള്ള രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഹെയർ ആകാനാണ് നിങ്ങളുടെ പേഴ്സൺ സാധ്യത എന്നതാണ് കാണുന്നത്. ആൻഡ് ചിലപ്പോൾ മേ ബി നിങ്ങളുടെ പാർട്ട്ണറിന് ടാറ്റു അടിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ കയ്യിലൊക്കെ ടാറ്റു അടിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ മോർ ഓവർ നിങ്ങളുടെ പാർട്ട്ണറിന് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ വളരെയധികം ഇഷ്ടമായിരിക്കാം. അല്ലെങ്കിൽ ജീൻസും ഷർട്ട് അല്ലെങ്കിൽ ടോപ്പ്, ക്രോപ്പ് ടോപ്സ് ധരിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം. ആൻഡ് റോസാപ്പൂവ്, കത്തുകള്, അങ്ങനെയുള്ള നെസ്റ്റാൾജിക് പ്രണയത്തോട് വളരെയധികം താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത്. ആൻഡ് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് കൊണ്ട് ചെല്ലാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ശരിയാണ്, നിങ്ങളുടെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും തല്ലും വഴക്കും അടിയും പിണക്കവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും. പുറമേ നോക്കുമ്പോൾ നിങ്ങൾ ഒരു ഐഡിയൽ കപ്പിൾസ് പോലെ ആകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരെ കണ്ടു പഠിക്കണം. അതായത് കാണാനും നിങ്ങൾ വളരെയധികം മാച്ച്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ എല്ലാവരും ഭയങ്കര അഡിക്റ്റീവ് ആയിരിക്കും. അതായത് നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു കെമിസ്ട്രി ഉള്ള ഒരു പാഷനേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടേത്. ഫുൾ ഓഫ് എനർജി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പല ആൾക്കാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസ് ആയിട്ട് പ്രശസ്തി നേടുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ റീൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വ്ളോഗ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒത്തിരി വ്യക്തികൾ നിങ്ങളുടെ ആ ഒരു പെയറിനെ കാണുമ്പോൾ ആ ഒരു പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല മാച്ച് ആണെന്ന് പറയുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾ ഒരുമിച്ചൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അബണ്ടൻസും സക്സസും ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ജീവിതത്തിന്റെ ഫ്യൂച്ചറിനെ നോക്കി കാണുന്ന ഒരു വ്യക്തികളായിരിക്കും. ബ്ലോക്കേജസ് നിങ്ങളെ അലട്ടും. പക്ഷെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഇൻവോൾവ്മെന്റ്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ദൂരെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വ്യക്തിക്ക് ട്രാവലിംഗ് ഇഷ്ടമായിരിക്കാം, ഫ്രീഡം ഇഷ്ടമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളും പോയി കാണാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ
നിങ്ങളുടെ ഫാമിലി പ്ലാനിങ് കുറച്ച് തള്ളി അങ്ങോട്ട് മാറ്റിയേക്കും. പക്ഷെ നിങ്ങൾ പരസ്പരം എൻജോയ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഫാമിലി പ്ലാനിങ് കഴിഞ്ഞാലും പോസിബിൾ ആണ്. വളരെ ഒരു ഓപ്പൺ മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് എന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഇഷ്ടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കാൻ താല്പര്യപ്പെടുന്ന കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇപ്പോ ശരിയായാലും നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് നല്ല ഹെൽത്തി ഫുഡ്സ് ഉണ്ടാക്കി തരാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കും. ഒരു മദർലി കൈൻഡ് ഓഫ് ടച്ച് ഉള്ള വ്യക്തിയായിരിക്കാം. ഹൗസ് ഹോൾഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുപണികളെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ യങ് എനർജി ബാലൻസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേത്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഈ ഒരു ലോൺലിനെസ്, അല്ലെങ്കിൽ ഈ ഒരു മൂഡ് ഓഫ്, അല്ലെങ്കിൽ ഈ ഒരു ഒരു അലസത, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു കാർമിക് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക. ബിക്കോസ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെ സ്വഭാവത്തിനും വളരെയധികം വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. മോറോവർ വളരെ ഒരു ബ്യൂട്ടിഫുൾ എനർജിയിലേക്കാണ് നിങ്ങളുടെ പാർട്ട്ണർ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇംപ്രൂവ് ആകുന്നതോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആവുന്നതോടൊപ്പം, നിങ്ങളുടെ കർമാസ് ക്ലിയർ ആവുന്നതോടൊപ്പം നിങ്ങളുടെ പാർട്ട്ണറും വളരെയാണ്. അവരുടെ തോട്ടും അവരുടെ മെന്റാലിറ്റി മാറാൻ മച്ച് മോർ ഫേവറബിൾ നിങ്ങൾക്കായിട്ട് മാറാൻ ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു പോസിറ്റീവ് പാർട്ട്ണറിന് വേണ്ടി നിങ്ങൾക്ക് റോസ് ക്വാർട്സ് ഉപയോഗിക്കാം, നല്ല സോൾമേറ്റ് അട്രാക്ഷന് വേണ്ടിയിട്ട്. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് എനർജിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരുന്നത്. ആൻഡ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ഒരു സെൻസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് തൊട്ടാ പിടിച്ചാൽ പിണങ്ങുന്ന ഒരു കൈൻഡ് ഓഫ് ടൈപ്പ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ സോഡിയാക് സൈൻ ജെമിനി, ലിബ്ര, അക്വാരിസ്, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപിയോ എനർജിയിൽ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ചേരുന്ന നല്ല വൈബ്രേഷൻ ആണ് പൈൽ നമ്പർ 1 എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ ഏതെങ്കിലും നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആരാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത്, അവരുടെ അടുത്ത് നിങ്ങൾക്ക് അവരോടുള്ള അപ്രോച്ച് എന്തായിരിക്കും, അവർക്ക് നിങ്ങളോടുള്ള അപ്രോച്ച് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫാമിലി ലൈഫ് എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 8 of Wands ആണ് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെയാണ് 8 of Wands കാണിക്കുന്നത്. അതായത് നിങ്ങൾ ട്രാവൽ ചെയ്ത് പോയി വേണം അവരെ കാണാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു നേരിട്ടുള്ള മീറ്റിംഗ്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വളരെയധികം പാഷനറ്റ് ആണ്, വളരെയധികം ഫയർ എനർജി നിങ്ങളുടെ അകത്തുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും, പക്ഷേ ഇവർ ഇച്ചിരി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കണം. നമ്മള് അവരുടേതായിട്ടുള്ള ബൗണ്ടറീസിൽ നിൽക്കണം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചിന്തകളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടിയും വാശി പിടിക്കേണ്ടിയും ഒക്കെ വരും. അതുപോലെ അവരെ പല കാര്യങ്ങളിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള സഹായങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം ഞാനത് പറയാം, കാരണം ഈ പേഴ്സൺ കിങ് എനർജിയിലാണ് വരുന്നത്. അപ്പൊ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകും, പക്ഷെ ഇഷ്ടമുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ചൊരു മാനസികമായ ഒരു കുറച്ച് ഇഷ്ടമുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ പ്രണയിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മധുരമായി തോന്നാം, പക്ഷെ കൈൻഡ്ലി കുറച്ചൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടേത്. ബിക്കോസ് സത്യം പറയണമല്ലോ, വെറുതെ ഞാൻ കുറെ പഞ്ചസാര കലക്കി അടിച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് എനിക്ക് കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തന്നെ അറിയാം, കിങ് എനർജി ആണെങ്കിൽ കുറച്ച് കമാൻഡിങ് എനർജി ആയിരിക്കും. ആൻഡ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം, ഒരിക്കലും ഉറങ്ങാൻ താല്പര്യപ്പെടാത്ത, അല്ലെങ്കിൽ എപ്പോഴും ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. മസിൽഡ് ബോഡി മാസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും എന്നാണ്. ഇല്ലെങ്കിൽ ഇപ്പോ ഫീമെയിൽസ് ആണെങ്കിൽ തന്റെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ച് ഒത്തിരി അവെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ തന്റെ ശരീരത്തെ
സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ മേക്കപ്പ് ഇടാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ മോറോവർ ഒരു സിമ്പിൾ ടച്ച് അല്ല, അവരൊരു ഹൈ കൈൻഡ് ഓഫ് ടച്ച് ആണ്. അതായത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അപ്പിയറൻസിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അവരിടുന്ന ഒരു കൈൻഡ് ഓഫ് വസ്ത്രങ്ങൾ, അതുപോലെ സ്റ്റൈലിഷ് ആയിട്ട് വസ്ത്രം ധരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്ലാസിക് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. മുടി കളർ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. ആൻഡ് ഓൾസോ ടാറ്റു അടിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കയ്യിൽ ബ്രേസ്ലെറ്റ്സ് ധരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് എന്ന് തോന്നുന്നുണ്ട്. മോറോവർ റെഡ് അവർക്ക് ഇഷ്ടമുള്ള കളർ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ പേഴ്സൺ വളരെയധികം ചൈൽഡിഷ് ആകാനുള്ള സാധ്യതയുമുണ്ട്. മോറോവർ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര ഒരു എംപറർ എനർജി അല്ലെങ്കിൽ കിങ് എനർജിയിൽ വന്നാലും നിങ്ങളുടെ അടുത്ത് അവർ ഭയങ്കര ചൈൽഡിഷ് എനർജിയിലായിരിക്കും നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ദേഷ്യം വന്ന പണിപാളി, ഇല്ലെങ്കിൽ അവര് ഒരു കുഞ്ഞുകുട്ടിയെ പോലെ ആയിരിക്കാം. നിങ്ങളുടെ അടുത്ത് വളരെ പാഷനേറ്റ് ആണ്. അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. പക്ഷെ ഈ ഒലിപ്പിക്കാനും പഞ്ചാര അടിക്കാനും ഒന്നും അറിയാത്ത കൈൻഡ് ഓഫ് രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. തനിക്ക് ഇഷ്ടമുണ്ട്, തന്റേതായിട്ടുള്ള ആ ഒരു സ്നേഹം ചില സമയങ്ങളിൽ പ്രകടിപ്പിക്കും, ചില സമയങ്ങളിൽ പ്രകടിപ്പിക്കാത്ത ഒരു അവസ്ഥയുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായി ചേരാൻ വളരെ താല്പര്യമുണ്ടായിരിക്കും. നിങ്ങളുമായി ഇവർ ഫിസിക്കലി വളരെയധികം അട്രാക്റ്റഡ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അവരുടെ കാര്യത്തിൽ അവർ പലപ്പോഴും പല കാര്യങ്ങളും ചിട്ടകളും ഡിസിപ്ലിൻസും പാലിക്കുമെങ്കിലും നിങ്ങൾ എങ്ങനെ ഇരുന്നാലും അവർക്ക് അക്സെപ്റ്റബിൾ ആണ് എന്ന രീതിയിലുള്ള ഒരു തോട്ടുള്ള വ്യക്തിയായിരിക്കും. ഒരിക്കലും നിങ്ങളെ മറ്റുള്ള വ്യക്തികളുമായി കമ്പയർ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് കിട്ടിയത് എന്താണോ അത് ദ ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ അവർ ആഗ്രഹിച്ചതാണ് അവർക്ക് കിട്ടിയത് എന്ന രീതിയിലാണ്. അല്ലാതെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ തന്റെ പാസ്റ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യാനോ, അല്ലെങ്കിൽ വൺസ് ഇവർ ഒരു കാര്യം കളഞ്ഞാൽ പിന്നെ അവരതിൽ പിടിച്ച് തൂങ്ങത്തേയില്ല. അതായത് ഒരു കാര്യം, ഒരു അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ആൻഡ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് അപ്രോച്ച് നിങ്ങളുടെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഈ വ്യക്തി പലപ്പോഴും നിങ്ങളെ അവരുടെ സ്വന്തമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നു. മറ്റു വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്, അമിതമായി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഇവൻ അമിതമായി നിങ്ങളുടെ ദേഹത്തിൽ സ്പർശിക്കുന്നത് പോലും ചിലപ്പോൾ ഇവർക്ക് താല്പര്യമുണ്ടായി എന്ന് വരില്ല. അതിപ്പോ ആരാണെങ്കിലും ഓക്കെ. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ പിക്ചേഴ്സ് അവരുടെ ഫോണിൽ സൂക്ഷിക്കാനും അത് സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാനും ഇവര് താല്പര്യപ്പെടുന്നു. ചിലപ്പോൾ ഇവരെന്ന് പറയുന്നത് കുഴിമടിയന്മാരോ അല്ലെങ്കിൽ ഹി ഓർ ഷി ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇവർ എഫേർട്ട് എടുത്ത് ഇവർ ഫിനാൻഷ്യലി മാനേജ് ചെയ്യാനും ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനും ഉണ്ടാക്കാൻ ഇവർ താല്പര്യപ്പെടുന്നു. ഇവര് ഒരു കാര്യത്തിന് സത്യത്തെ കിങ് എനർജി ഉള്ളത് കൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് അവരത് കൊണ്ടേ വരത്തുള്ളൂ. ആ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. പക്ഷെ ഇവർ ബാഡ് ആയി കഴിഞ്ഞാൽ ഫുള്ളി ബാഡ് ആയി പോകുമെന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാക്സിമം വഴക്കുണ്ടാക്കാതിരിക്കുക, ഈ ഒരു പേഴ്സണെ ഇറിറ്റേറ്റ് ചെയ്യിക്കാതിരിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ഒരു റിലേഷൻ സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ പറ്റുക. അതുപോലെ തന്നെ അവരെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ ഇവർ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന രീതിയിൽ പറഞ്ഞ് ഇവരങ്ങോട്ട് ശരിയാക്കാനൊന്നും പോകണ്ട. അങ്ങനെ ശരിയാക്കാൻ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. എന്നെ കേൾക്കുന്ന പല ആൾക്കാർക്കും ചിലപ്പോൾ പണി കിട്ടിയിട്ടും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിങ്ങൾ ആ ഒരു പേഴ്സൺ വേണമെന്നുള്ള രീതിയിൽ മാത്രം നിന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, റിലേഷൻ എന്നത് അല്ലെങ്കിൽ പ്രേമം എന്നത് അഡ്ജസ്റ്റ്മെന്റ് അല്ലോ, അണ്ടർസ്റ്റാൻഡിങ് അല്ലെന്ന്. ഒരു മനുഷ്യൻ എങ്ങനെയാണോ ആ ഒരു വ്യക്തിയെ അതുപോലെ ഇഷ്ടപ്പെടുന്നതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു പേഴ്സണെ അതുപോലെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, അയാൾക്ക് വേണ്ടി നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തണം. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നേ ഇല്ല എന്നതാണ് അർത്ഥം. ഒരു വ്യക്തി എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ അവനെ മാറ്റാതെ അല്ലെങ്കിൽ അവളെ മാറ്റാതെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് യഥാർത്ഥമായ സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും സുഖകരമല്ല. സാക്രിഫൈസ് ഉണ്ടാകും, പേഷ്യൻസ് ഉണ്ടാകും, അതിനകത്ത് ട്രസ്റ്റ് ഉണ്ടാകും. വളരെ സ്ട്രഗിൾ സിറ്റുവേഷനിലും അവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ശേഷി, അവർക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ആ ഒരു ആ ഒരു എല്ലാത്തിനും നമുക്ക് അതിന്റെ അത് പ്രണയം എന്ന് പറയുന്നത് നോട്ട് എളുപ്പം. സിനിമയിൽ കാണുന്നത് പോലെ ഒന്നും അല്ല, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആരാണോ അവനാണ് ഒറിജിനൽ ആ ഒരു പ്രണയത്തിന്റെ ആളെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ്, അല്ലാതെ ഒത്തിരി ഒലിപ്പിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വളരെ പോസിറ്റീവ് ആണ്. നിങ്ങൾ എങ്ങനെ ഇരുന്നാലും നിങ്ങളുടെ ലുക്സിനെ ഒന്നും അവർക്ക് ബാധിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ ഇരുന്നാലും നിങ്ങളുടെ അടുത്ത് അവർക്ക് ക്രഷ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ വളരെ നീറ്റായി നടക്കുന്നു. അതുകൊണ്ട് അവരെ അവരുടെ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി
മേക്കപ്പ് ഇട്ട് നടക്കണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അവർ സ്വയം അങ്ങനെ ഡിസിപ്ലിൻഡ് ആണെങ്കിലും നിങ്ങൾ നാച്ചുറൽ ബ്യൂട്ടി എന്ന രീതിയിൽ നിൽക്കണം എന്ന രീതിയിലാണ് അവർക്ക് താല്പര്യമുള്ളതെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. അവർ വർക്ക് ഓറിയന്റഡ് ആണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ശരീരം ഉള്ള വ്യക്തികളായിരിക്കും, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ആൻഡ് ഒരു നല്ലൊരു ഫാമിലി മാൻ ആയിരിക്കും. അതായത് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനെയും അപ്രോച്ച് ചെയ്യാനും അവരുമായിട്ട് കൂട്ടുകൂടാനും താല്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കും. ആൻഡ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫ് മോഡിലാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പൂർണ്ണമായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ലവിനും ഇമോഷനും എല്ലാം ഒരു ഊന്നലും സപ്പോർട്ടും കൊടുക്കാൻ സാധ്യമായ ഒരു പേഴ്സൺ ആണ് ഇതെന്നാണ് കാണുന്നത്. ഓക്കെ. ആൻഡ് ഈ ഒരു പേഴ്സന്റെ ജീവിതം ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ഫാദറോ മദറോ നേരത്തെ ഇല്ലാതിരിക്കാം, സിംഗിൾ പാരന്റ് ചൈൽഡ് ആയിരിക്കാം. അങ്ങനെ ഇവരുടെ ജീവിതം ദുസ്സഹവും സ്ട്രഗിൾഡും ആയതുകൊണ്ട് അവർ പല ഇമോഷൻസും കണ്ണടച്ച് കല്ലായി പോയതായിരിക്കാം. പെറ്റ്സിനെ ലവ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ടാറ്റു ഇഷ്ടമുള്ള ആളായിരിക്കാം ഈ പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷെ മനസ്സിൽ നിറയെ സ്നേഹമുള്ള വ്യക്തിയാണ്. ലോയലിറ്റി എന്നത് ഈ പേഴ്സന്റെ വലിയൊരു ഘടകമാണ്. അതായത് സ്റ്റിക്ക് ടു വൺ പേഴ്സൺ, ഒരാളിൽ തന്നെ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. മറ്റ് തേർഡ് പാർട്ടി പ്രലോഭനങ്ങളിൽ വീഴുന്നത് വളരെ കുറവായിരിക്കും എന്ന് കാണുന്നു. ഓക്കെ. യെസ്, ഈ പേഴ്സൺ വളരെ അഡിക്റ്റീവ് ആണ്, നിങ്ങളുടെ അടുത്ത് വളരെ വളരെ അട്രാക്റ്റഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ഓവർ അട്രാക്ഷൻ ഈ പേഴ്സൺ ഒരു ഭ്രാന്തമായ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാക്കും. ഈ ഒരു ഭയങ്കര കൈൻഡ് ഓഫ് അഡിക്റ്റീവ്, ഒരു ഭ്രാന്തമായിട്ടുള്ള സിറ്റുവേഷൻ ഈ പേഴ്സണിന് നിങ്ങൾ കാരണം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. അത് ഈ പേഴ്സന്റെ ഭ്രാന്തമായ ഒരു ലവ് എനർജിയാണ്. അത് നിങ്ങൾ പേടിക്കേണ്ട. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങള് ഭയങ്കരമായ ലവ് എനർജിയിൽ നിന്നിട്ട് ഈ പേഴ്സണ് ഭയങ്കര എക്സ്പെക്ടേഷൻ കൂടുതലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. കാരണം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും ഇത്രത്തോളം ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിരസിച്ചാൽ പോലും അവർക്ക് താങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് അവരങ്ങ് ടവർ മൊമെന്റിൽ വീണു പോകും. അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കും ഇത്രയും ശക്തിയുള്ള വ്യക്തിയാണ് ഇങ്ങനെ താഴ്ന്ന് വീണു പോകുന്നതെന്ന്. പക്ഷെ നിങ്ങളിൽ അവർ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നും, ഇതെന്താ എപ്പോഴും ഇങ്ങനെ എനിക്കൊരു ഭാരമാണോ എന്ന കൈൻഡ് ഓഫ് രീതിയിലൊക്കെ തോന്നും. അത്രത്തോളം ഇവര് നിങ്ങളിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. സോ ഈ ഒരു കണക്ഷൻ എന്നത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ഒരു പേഴ്സൺ ഒത്തിരി നിങ്ങളിൽ ഡിപ്പെൻഡന്റ്. അപ്പൊ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അതാണ് ശരി എന്ന എക്സ്പെക്ടേഷനിൽ അവർ നിൽക്കും. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സാധനം പോലും നിങ്ങളെ വിളിച്ചെടുത്ത് തന്റെ കയ്യിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡിപ്പെൻഡബിലിറ്റി ഉള്ള വ്യക്തിയായിരിക്കും ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ എടുക്കുക. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് ലോയൽ തന്നെ ആയിരിക്കും. നിങ്ങൾ പക്ഷേ ഈ വ്യക്തിയെ കൊണ്ടുപോകാൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യും. കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ വേണം, എന്നാലേ അത് സാധ്യമാവുകയുള്ളൂ എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ. ആൻഡ് എനിക്ക് ഇതിനകത്ത് കാണുന്ന എനർജി എന്ന് പറയുന്നത് ക്യാൻസർ, സജിറ്റേറിയസ്, പൈസസ്, ടോറസ്, അക്വാരിസ് ആൻഡ് ലിയോ വരുന്നുണ്ട്. ഓക്കെ, വെർഗോ. യെസ്, വെർഗോ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ജെമിനി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, യെസ്, ഐഡന്റിക്കൽനെസ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സോഡിയാക് സൈൻസിന്റെ വൈബ്രേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുക എന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ 666 കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ യു ഗോണ മീറ്റ് ദം എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ ഫർദർ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കഴിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ.